ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളിപ്പോൾ പ്രിവ്യൂവിൽ കാണുന്ന ഈ ഒരു സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓളെന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആവശ്യമായിട്ടുള്ള 2 ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ബീറ്റ് മാർക്കും അതേപോലെ തന്നെ ഷേക്ക് ഓഫ് ഇറ്റും. ഈ ഓരോ ലിങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അലൈറ്റ് മോഷൻ ഓപ്പൺ ആയിക്കൊണ്ട് ഈ 2 പ്രോജക്റ്റും ആഡാവുന്നതായിരിക്കും. ആഡായതിനു ശേഷം നിങ്ങൾ അവിടുന്ന് ഒരു ബീറ്റ് മാർക്കിന്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഇമേജസ് ആഡ് ചെയ്യും. അതിനായി നിങ്ങൾ അവിടുന്ന് സ്റ്റാർട്ടിങ്ങിലോട്ട് വരിക. സ്റ്റാർട്ടിങ്ങിലോട്ട് വന്നതിന് ശേഷം അവിടുന്ന് താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം മീഡിയ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഇമേജസ് ഏത് ഫോൾഡറിലാണ് കിടക്കുന്നത് അവിടുന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് അവിടുന്ന് സെലക്ട് ചെയ്യുക. ശേഷം റൈറ്റ് സൈഡ് മുക്കാണ് 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ശേഷം അടുത്ത ബീറ്റ് മാർക്കിലോട്ട് വരിക. അടുത്ത ബീറ്റ് മാർക്കിന്റെ ഡ്യൂറേഷൻ കൂടുതലാണ്, അവിടം വരെ ആക്കാൻ വേണ്ടി ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടം വരെ ആവുന്നതായിരിക്കും. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ഇമേജും ആഡ് ചെയ്യും. അത് ആഡ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന രണ്ടാമത്തെ ഇമേജ് സെലക്ട് ചെയ്യുക. ശേഷം റൈറ്റ് സൈഡ് മുക്കാണ് 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ശേഷം അടുത്ത ബീറ്റ് മാർക്കിലോട്ട് വരിക. ഒരു മൂന്നാമത്തെ കട്ടിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് അത്ര റൈറ്റിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മെത്തേഡ് തന്നെ അവസാനം വരെ ഓരോ ബീറ്റ് മാർക്കിനനുസരിച്ച് നിങ്ങൾ ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കുക. അവസാനം വരെ ഇമേജസ് ആഡ് ചെയ്തതിനു ശേഷം നിങ്ങളവിടെ നിന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഒരു ഷേക്ക് എഫക്റ്റിന്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം അവിടുന്ന് ആദ്യത്തെ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് കോപ്പി ഇഫക്റ്റ് എടുക്കുക. ശേഷം അവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബീറ്റ് മാർക്കിന്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം അവിടുന്ന് ആദ്യത്തെ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ശേഷം അടുത്ത ഇമേജ് ഇവിടുന്ന് ഗ്യാപ്പ് ഇടുക. ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അത് കഴിഞ്ഞ് വരുന്ന ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ അടുത്ത ഇമേജ് ഇവിടുന്ന് ഗ്യാപ്പ് ഇടുക. ശേഷം അത് കഴിഞ്ഞ് വരുന്ന ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ അടുത്ത ഇമേജ് ഇവിടുന്ന് ഗ്യാപ്പ് ഇടുക. ശേഷം അത് കഴിഞ്ഞ് വരുന്ന ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അവസാനം വരെ നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഒരു ഇമേജ് ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ഇമേജ് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഈ ഒരു മെത്തേഡിൽ തന്നെ അവസാനം വരെയുള്ള ഇമേജിന് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. അവസാനം വരെ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളിവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം വീണ്ടും ഒരു ഷേക്ക് എഫക്റ്റിന്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം അവിടുന്ന് രണ്ടാമത്തെ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് കോപ്പി ഇഫക്റ്റ് എടുക്കുക. ശേഷം അവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബീറ്റ് മാർക്കിന്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ ഇവിടുന്ന് രണ്ടാമത്തെ ഇമേജ് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ശേഷം അത് കഴിഞ്ഞ് വരുന്ന ഇമേജ് ഇവിടുന്ന് ഗ്യാപ്പ് ഇടുക. ശേഷം അടുത്ത ഇമേജ് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ അടുത്ത ഇമേജ് ഇവിടുന്ന് ഗ്യാപ്പ് ഇടുക. ശേഷം അത് കഴിഞ്ഞ് വരുന്ന ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ അടുത്ത ഇമേജ് ഇവിടുന്ന് ഗ്യാപ്പ് ഇടുക. ശേഷം അത് കഴിഞ്ഞ് വരുന്ന ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഈ ഒരു മെത്തേഡിൽ തന്നെ അവസാനം വരെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഒരു ഇമേജ് ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ അവസാനം വരെ ചെയ്ത് കൊടുക്കും. ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഒരു ഷേക്ക് എഫക്റ്റിന്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ശേഷം ഈ ഒരു ചെറിയൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് കോപ്പി ലെയർ എടുക്കുക. ശേഷം അവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബീറ്റ് മാർക്കിന്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം ആദ്യത്തെ ഒരു ബീറ്റ് മാർക്കിലോട്ട് വരിക. ചെറിയൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് ലെയർ കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഈ ഒരു ലിറിക്സിന് ഈ ഒരു ഫോണ്ട് കിട്ടത്തില്ല. അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ അവിടുന്ന് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. പക്ഷെ അവിടെ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ശേഷം ഞാൻ ഇവിടെ ടെസ്റ്റ് കൊടുത്തിരിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അതിനകത്ത് ആദ്യത്തെ ഒരു ടെസ്റ്റ് സെലക്ട് ചെയ്യുക. എഡിറ്റ് ടെസ്റ്റ് സെലക്ട് ചെയ്യുക. ശേഷം ഈ ഒരു ഫോണ്ടാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ്. ആഡ് ചെയ്തതിനു ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ശേഷം അവിടെ നിന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഒരു ഷേക്ക് എഫക്റ്റിന്റെ പ്രോജക്റ്റ് വീണ്ടും സെലക്ട് ചെയ്യുക. ചെയ്യുമ്പോൾ നിങ്ങളുടെ 4 റെക്റ്റാങ്കിൾ ഷേപ്പ് കാണാൻ വേണ്ടി സാധിക്കും. ഒരെണ്ണം ഇതേപോലെ ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ബാക്കി 3 സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ ചെറിയൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു 4 ലെയർ നിങ്ങൾ ഇവിടുന്ന് കോപ്പി എടുക്കുക. കോപ്പി എടുത്തതിന് ശേഷം ബാക്ക് വരിക.
ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബീറ്റ് മാർക്കിന്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം സ്റ്റാർട്ടിങ് വെച്ചതിന് ശേഷം ഈ ഒരു ചെറിയൊരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു 4 ലെയർ കൂടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നമുക്ക് ഗാലറിയിലോട്ട് സേവ് ചെയ്യാം. സേവ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡ് മുക്കുകയാണെങ്കിൽ ഈ ഒരു ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്യും. ശേഷം വീഡിയോയുടെ നേരെ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷൻ കൊടുത്തുകൊണ്ട് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഗാലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും. എൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.